അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് തേങ്ങാക്കൊത്തും അതുപോലെ വറുത്ത ഉള്ളിയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മളെ ചിഞ്ചച്ചിലും മുത്തുഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബീഫ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. പറ്റ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് തൊലിയോട് കൂടിയിട്ട് തന്നെ ചതച്ചെടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 10 ചെറിയ ഉള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1.5 ടീസ്പൂൺ കല്ലുപ്പ്. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെന്നുള്ള ആൾക്കാർക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെക്കണില്ല. അപ്പോൾ നേരെ നമ്മൾ കുക്കറിൽ ഇട്ടുകൊണ്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി വെച്ച പാത്രം ഉണ്ടല്ലോ, അതിലൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കുക്കറൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു 7 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മളെ ബീഫൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നുകൊണ്ട് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അത് കണ്ടില്ല, നമ്മളെ ബീഫൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതുപോലെ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ബീഫ് ഒരിക്കലും വേവ് കൂടി പോവരുത്. ഇതേ ഒരു പാകത്തിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് ബീഫിൽ ചേർക്കാനുള്ള തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ഒരു പാകത്തിന് വറുവായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് കണ്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളി ചേർക്കുന്ന സമയത്ത് ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കണം, വലുതാണെന്നുണ്ടെങ്കിൽ 1 തന്നെ മതിയാവും. ഏകദേശം നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വറുവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 4 ഏലയ്ക്ക് 4 ഗ്രാമ്പു 2 പട്ടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ബേ ലീഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വലിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബീഫിലുള്ള വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഏകദേശം നമ്മൾ ബീഫിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് 2 ടീസ്പൂണോളം വറ്റൽമുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ആ സമയം കൊണ്ട് തന്നെ ബീഫൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിക്കോളും. ഏകദേശം നമ്മൾ ബീഫൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് 2 തണ്ട് കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിതുപോലെയൊക്കെ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങാക്കൊത്ത ഇടയ്ക്ക് കടിക്കുന്നത് വലിയ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിലും അത് ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എന്നും പറയണ പോലെ തന്നെ നമ്മൾ ചിഞ്ചച്ചിലും മുത്തുഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓളിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.